ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണും കുഞ്ഞുങ്ങളുമായിട്ടുള്ള അഡിക്ഷനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അത് അഡൽറ്റിനായിരുന്നാലും കുഞ്ഞുങ്ങൾക്കായിരുന്നാലും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പാരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഈ മൊബൈൽ ഫോൺ അഡിക്ഷനിൽ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാം വർക്കിംഗ് മദേഴ്സാണ്, അല്ലെങ്കിൽ വർക്കിംഗ് പാരൻസാണ്, ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാനുണ്ടാവുന്നത്. മാത്രമല്ല, ഇവർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ചൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മിക്ക പാരൻസും കുഞ്ഞുങ്ങൾക്ക് ഒരു കളിപ്പാട്ടം എന്ന പോലെ മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട്. അത് പല വിധത്തിൽ കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. കഴിവതും അങ്ങനെ ഒരു പ്രവണത ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ അഡൽട്സിൻ്റെ, അതായത് മുതിർന്ന ആൾക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും തലയോട്ടി എന്ന് പറയുന്നത്, അഡൽട്സിൻ്റെ തലയോട്ടിയെക്കാട്ടിയും കുഞ്ഞുങ്ങളുടെ തലയോട്ടി വളരെ തിന്നാണ്. അപ്പോൾ ഈ ഏകദേശം ഒരു 90 to 100% റേഡിയേഷൻ ആണ് നമുക്ക് ഈ മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നത് വഴി അവർക്ക് അഫക്റ്റഡ് ആവുന്നത്. അതൊരു പ്രധാന കാരണം തന്നെയാണ്. രണ്ടാമതെന്ന് പറയുന്നത്, ഓവറായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നമുക്ക് കണ്ടുവരാവുന്നതാണ്. അതായത് എല്ലാ അമ്മമാരും പറയുന്നുണ്ട്, എൻ്റെ കുട്ടി അടങ്ങിയിരിക്കുന്നില്ല, നമുക്ക് ഒരിടത്ത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവിടെ കയറും, നമ്മുടെ സിറ്റുവേഷൻ, അതായത് പുറത്ത് കൊണ്ടുപോയാലും ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് അവൻ ബിഹേവ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ അധികം കംപ്ലയിൻസുകൾ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്കത് കണ്ടുവരുന്നത് മൊബൈൽ ഫോൺ യൂസ് കൂടുതൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളിലാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ. മൂന്നാമതെന്ന് പറയുന്നത്, ഇവരുടെ അക്കാഡമിക്കൽ സ്കില്ലിൽ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതായത് ശ്രദ്ധക്കുറവ്, അറ്റൻഷൻ ഇല്ലായ്മ, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാണ്ടിരിക്കുക. നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ കുഞ്ഞ് നോക്കാണ്ടിരിക്കും, പക്ഷേ അവർക്കൊരു കേൾവിക്കുറവോ അങ്ങനത്തെ കാര്യങ്ങളില്ല. ഇവർ ഈ മൊബൈലിൽ അഡിക്റ്റഡ് ആവുന്നതോടുകൂടി ഇവരുടെ ശ്രദ്ധ പതുക്കെ കുറഞ്ഞു വരികയാണ്. ഇത് പഠിത്തത്തെയും കോമ്പറ്റീഷൻ സ്കിൽസ്, സ്റ്റേജ് ഫിയർ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തേന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ കാലത്തൊക്കെ അറിയാം, കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കളിക്കും, മണ്ണുമായിട്ടൊക്കെ കളിക്കുന്ന കളികളുണ്ട്. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്ന കളികളെല്ലാം ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് വളരെയധികം കുറവാണ്. കാരണം ഇവർ മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അപ്പോൾ ആ മൊബൈൽ ഫോണിൽ കാണുന്ന ഗെയിംസ്, അല്ലെങ്കിൽ സോങ്സ്, യൂട്യൂബ് വീഡിയോസ്, നെറ്റ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ട്, വേറൊരു ആളുമായിട്ട് മിംഗ്ലിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, റെസ്പെക്റ്റ് കുറവ്. ഇപ്പോൾ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ എണീറ്റ് കൊടുക്കുക, ഇതൊക്കെ നമ്മൾ പഴയ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബട്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇതൊന്നും കണ്ട് ശീലിക്കുകയോ അല്ലെങ്കിൽ പാരൻസ് അത് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാറില്ല. ഇതും വളരെയധികം അവരുടെ ബിഹേവിയറിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് പാരൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് പാരൻസാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു വഴികാട്ടിയായിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്തും പാരൻസ് മൊബൈലിൽ തന്നെ മൊബൈൽ ഓവറായിട്ട് യൂസ് ചെയ്യുകയും കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ അത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇമോഷണലി ആയിരുന്നാലും അഫക്റ്റഡ് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും വീട്ടിൽ വരുന്ന സമയത്തെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ട് പാരൻസ് മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് ഫ്രണ്ട്ഷിപ്പ്, അതിൽ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ കുട്ടികൾ അവർക്ക് തുറന്നു പറയാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് തുറന്ന് സംസാരിക്കത്തുള്ളൂ. ഇപ്പോൾ മിക്ക വീടുകളിലും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറവാണ്. എല്ലാവരും മൊബൈൽ ഫോണായിട്ട് ഉള്ള മിംഗ്ലിംഗ് മാത്രമാണുള്ളത്. പിന്നീടുള്ളത്, ഈ മൊബൈൽ ഫോണിൽ തന്നെ കുട്ടികൾ വീഡിയോ ഗെയിംസിൽ വളരെയധികം അഡിക്റ്റഡ് ആണ്. അതായത് വീഡിയോ ഗെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ ഡേഞ്ചർ ഗെയിംസ് ഉണ്ട്, കില്ലർ ഗെയിംസ് ഉണ്ട്, പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്. ഈ ഡേഞ്ചർ ഗെയിംസും കില്ലർ ഗെയിംസും കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിൽ തന്നെ ചേഞ്ചസ് വരുത്തുന്ന ഒരു ഗെയിംസാണ്. അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് ആ ഒരു രീതിയിലായിട്ട് മാറുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ കാർ റേസിംഗ് ഒരു ഗെയിം എടുക്കുവാണെങ്കിൽ
കാർ റേസ് സ്പീഡിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞു കുട്ടികളിൽ ഭയങ്കര അധികം ഇൻട്രസ്റ്റഡ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഒരു ഇല്യൂഷൻ എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇവർക്ക് ആ 2 കാറ് കൂട്ടിയിടിക്കുന്ന ആ ഒരു ഇല്യൂഷൻ മെൻ്റൽ ഇതിലോട്ട് മാറാനും ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കില്ലർ ഗെയിംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈറ്റ് ഗെയിംസ്, ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ 2 പേര് തമ്മിലുള്ള ഫൈറ്റിങ്, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റസ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരുടെ ഫ്യൂച്ചറിൽ ഈ ഒരു മെൻ്റലിലായിരിക്കും ഇവർ വളർന്ന് വരുന്നത്. അപ്പോൾ കഴിവതും നമ്മൾ അങ്ങനത്തെ ഗെയിംസുകൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ നമ്മളിവിടെ കുഞ്ഞുങ്ങളുടെ മൊബൈൽ അഡിക്റ്റഡ് കുറയ്ക്കാം എന്നുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സഡൻലി കുറയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ സ്ലോലി, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് ആദ്യം തന്നെ നമ്മൾ പാരൻസ് ഒരു എഫേർട്ട് ഇടണം എന്നുള്ളതാണ് സത്യം. പിന്നീടുള്ളത്, നമ്മൾ ഇപ്പോൾ വർക്കിംഗ് മദേഴ്സ് ആണ് കൂടുതലും എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിൽ പോയിട്ടായിരിക്കും വിളിച്ച് പറയുന്നത് മോനെ അല്ലെങ്കിൽ ഫോൺ എടുക്കരുത് അല്ലെങ്കിൽ മോളെ ഫോൺ എടുക്കരുത് പറയും. പക്ഷെ നമ്മൾ എത്ര നമ്മൾ ബൈ ഫോൺ വഴി പറഞ്ഞിരുന്നാലും കുട്ടികൾ അത് കേൾക്കാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ടൈമിൽ അവരുടെ ഒരു ടൈം റെസ്ട്രിക്ഷൻസ് വെക്കുക. അല്ലെങ്കിൽ ഇത്ര ടൈം നിങ്ങൾ കളിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് ഫോൺ തിരികെ തന്നിട്ട് അവർക്ക് വേറെ ടാസ്കുകൾ നമ്മൾ കൊടുക്കണം. എഡ്യൂക്കേഷണൽ ടാസ്ക്, അങ്ങനത്തെ ടാസ്കുകൾ നമ്മൾ കൊടുത്ത് പതുക്കെ സ്ലോലി ടൈം റെസ്ട്രിക്റ്റഡ് കൊടുത്ത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നീടുള്ളത് ഈ ഗെയിംസ്, ഈ ഡേഞ്ചർ ഗെയിംസ്, അങ്ങനത്തെ ഗെയിംസ് കളിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ഗെയിംസുകൾ കൊടുക്കുക, ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഗെയിംസുകൾ കൊടുക്കുക. അതായത് സുഡോക്കോ, നമ്മുടെ പസിൽ, വേർഡ് ഗെയിം, പസിൽസ്, ഇങ്ങനത്തെ ഗെയിംസുകൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. മാത്രമല്ല ഇവർക്കൊരു ഹോബീസ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട്, ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ സ്റ്റാമ്പ് കളക്ഷൻ അങ്ങനത്തെ ഹോബീസൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ അവർക്കിഷ്ടമുള്ള ഹോബി, ചിലവർക്ക് ഡ്രോയിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ കോയിൻ കളക്ഷൻ, അങ്ങനത്തെ ഗെയിംസ് അല്ലെങ്കിൽ ആ ഒരു ഹോബീസ് നമ്മൾ കൂടുതലായിട്ടും പാരൻസ് തന്നെ ഒരു മോട്ടിവേഷൻ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. മാത്രമല്ല ഇതിലും നമ്മൾക്ക് കുഞ്ഞുങ്ങളിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിസീസ് തന്നെയാണ്. നമ്മളത് സൈക്കോളജിസ്റ്റിനെ കാണിച്ച് അത് എന്താണ് എന്നുള്ളത് അതിനുള്ള പ്രതിവിധി നമ്മൾ എടുക്കേണ്ടതാണ്. ഇത് കൂടി വന്നാൽ ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.